നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി SCRT കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവുമാണ്. ചെറിയൊരു ചാപ്റ്ററാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഓരോ ദിവസവും LDCക്ക് വേണ്ടിയിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈം ടേബിൾ നമ്മുടെ ടെലഗ്രാം ചാനലിലും അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഈ ടൈം ടേബിളൊക്കെ അനുസരിച്ച് ഈ ക്ലാസ്സുകളൊക്കെ നേരത്തെ കഴിഞ്ഞ് പോയതാണ് എങ്കിൽ കൂടി ആ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ക്ലാസ്സുകളും കൂടി നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. എന്തൊക്കെയാണ് ഈ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും? അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമുക്ക് PSC മേഖലയിൽ എപ്പോഴും ചോദിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാം. ആദ്യം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കി ലോഹങ്ങളെ പറ്റി നോക്കാം. ചില ലോഹങ്ങൾ വളരെ തീവ്രമായ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റുള്ളവ വളരെ കുറഞ്ഞ തീവ്രതയിലാണ് അതേ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ലോഹങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ്, ക്രിയാശീലതയ്ക്കുള്ള ആ വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ജലവുമായി ലോഹങ്ങളുടെ പ്രവർത്തനം, അതാണ് ആദ്യം. ജലവുമായിട്ടുള്ള പ്രവർത്തനത്തിൽ എന്താണെന്ന് നോക്കി. പിന്നെ ലോഹങ്ങളുടെ വായുവുമായിട്ടുള്ള പ്രവർത്തനത്തിൽ എന്താണ്, അതൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലാദ്യം ഇവിടെ ഒരു എന്താണ് ഈ ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യാം. അതായത് ജലവുമായിട്ടുള്ള ലോഹങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തൊക്കെയാണ് ഇവിടെ നോക്കുന്നത് നോക്കി. ആദ്യം നമ്മൾ ലോഹം സോഡിയവും മഗ്നീഷ്യവും കോപ്പർ എടുത്തിട്ടുണ്ട്. സോഡിയം തണുത്ത ജലത്തിൽ എങ്ങനെയാണ് ഈ തണുത്ത ജലത്തിൽ റിയാക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് വിഗ്രസ്ലി റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ചൂടുവെള്ളത്തിലേക്ക് അത് ഇടരുത്, ഹൈലി ഡേഞ്ചറസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഈ നീല തന്നിരിക്കുന്നത് തന്നെ നമ്മളത് ചെയ്ത് നോക്കാൻ പാടില്ല, ഡേഞ്ചറസ് ആണ്. ഓക്കെ. പിന്നെ മഗ്നീഷ്യം എന്ന് പറയുന്നത്, മഗ്നീഷ്യം തണുത്ത വെള്ളത്തിലിട്ട് എന്താണ് ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. കോപ്പർ ആണെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. പിന്നെ മഗ്നീഷ്യം ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാകും. ഇനി കോപ്പർ ചൂടുവെള്ളത്തിലിട്ടാലോ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ലോഹങ്ങളും ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി ലോഹങ്ങളുടെ വായുവുമായിട്ടുള്ള പ്രവർത്തനം നോക്കി. പുതിയതായി മുറിച്ച ലോഹങ്ങളുടെ പ്രതലത്തിന് തിളക്കമുണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഹദ്യുതി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് നമ്മൾ ഒരു ലോഹം എടുക്കുന്നു, ആ ലോഹം മുറിക്കുന്നു. അപ്പോൾ ആ മുറിച്ച സ്ഥലത്തിന് എന്തുണ്ടാവും? ഒരു തിളക്കം ഉണ്ടാവും, അല്ലേ? അതിനെയാണ് നമ്മൾ ലോഹദ്യുതി അഥവാ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് കേട്ടോ, ബാക്കിയൊന്നും എല്ലാ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം വായിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇനി എന്താണെന്ന് നോക്കാം. ആസിഡുമായുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ജലത്തിൽ കണ്ടു, വായുവിൽ കണ്ടു. ഇനി ആസിഡിൽ എന്താണ്? സാധാരണയായി ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഓരോന്നിൻ്റെയും അയോൺ, മഗ്നീഷ്യം, അങ്ങനെ ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്, അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ നോക്കി, ഏറ്റവും കൂടുതൽ കുമിള വന്നിട്ടുള്ളത് ഏതാണ്? മഗ്നീഷ്യമാണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എന്താണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ചില ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്രമീകരിച്ച ശ്രേണിയാണ്. അതിനെ ക്രിയാശീല ശ്രേണി അഥവാ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നു. എങ്ങനെയാണ്? റിയാക്ടിവിറ്റി സീരീസ് എന്നാണ് പറയുന്നത്, ക്രിയാശീല ശ്രേണി. ഈ ശ്രേണിയിൽ രാസപ്രവർത്തന ശേഷിയുടെ താരതമ്യത്തിന് വേണ്ടി ഹൈഡ്രജൻ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ ശ്രേണി ഏതാണ്? ഇതാണ് ആ ശ്രേണി. കണ്ടോ? ഇതാണ് നോക്കി. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയേൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇതിനെയാണ് നമ്മൾ ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണിത്? ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലോഹങ്ങളാണുള്ളത്, പക്ഷേ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ലോഹമാണോ? അല്ല. ഹൈഡ്രജൻ ചേർത്തിരിക്കുന്നത് എന്താണ്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, താരതമ്യത്തിന് വേണ്ടി, അല്ലേ? രാസപ്രവർത്തന ശേഷി, ആ ഒരു ശ്രേണിയിലെ രാസപ്രവർത്തന ശേഷിയുടെ താരതമ്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഹൈഡ്രജൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കാം.
ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു. ക്രിയാശീലം കൂടിയ ലോഹം എന്ത് ചെയ്യുന്നു? കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയും ആദേശ രാസപ്രവർത്തനം. അതായത് ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു. കൂടിയത് കുറഞ്ഞതിനെ ആദേശം ചെയ്യുന്നു. അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹ അയോണിന് നിരോക്സീകരണവും സംഭവിക്കുന്നു. ആദേശ രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് റിഡോക്സ് പ്രവർത്തനമാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്, ഓർത്തു വയ്ക്കണം കേട്ടോ. അപ്പോൾ ആദേശ രാസപ്രവർത്തനത്തിൽ ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് എന്താ സംഭവിക്കുന്നത്? നിരോക്സീകരണവും ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവുമാണ് സംഭവിക്കുന്നത്. ഇനി എന്താണ് ഗാൽവനിക് സെൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗാൽവനിക് സെൽ ഒന്ന് ജസ്റ്റ് നോക്കി. ഇവിടെ ഇത് ഇലക്ട്രോണിൻ്റെ പ്രവാഹ ദിശയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഈ സോൾട്ട് ബ്രിഡ്ജ് എന്താ നമ്മൾ പഠിക്കൂ കേട്ടോ. സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഗാൽവനിക് സെൽ എന്ന് നോക്കാം. റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാകുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെൽ അഥവാ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത്. റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണം. രാസോർജം എന്താകുന്നു? വൈദ്യുതോർജമാകുന്ന അതിനെയാണ് നമ്മൾ ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടായിക് സെല്ല്. കെമിക്കൽ എന്താകുന്നു? ഇലക്ട്രിക്കൽ ആകുന്നു അല്ലേ. രാസോർജം വൈദ്യുതോർജമാകുന്ന ക്രമീകരണമാണ് ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യം കണ്ടു സോൾട്ട് ബ്രിഡ്ജ് കണ്ടു. എന്താണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് നോക്കി. KCl, KNO3, NH4Cl ഇവയിൽ ഏതെങ്കിലും ഒരു ലവണം ജലാറ്റിനിൽ അല്ലെങ്കിൽ അഗർ ജെല്ലിയിൽ കലർത്തിയ അധരഖര രൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച യു ആകൃതിയിലുള്ള ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് അയോണുകളുടെ നീക്കം വഴി സർക്യൂട്ട് പൂർത്തിയാക്കുകയും സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുകയും ചെയ്യുന്നു. കണ്ടോ, യു ആകൃതിയിലുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ഗാൽവാനിക് സെല്ലിൽ അയോണുകളുടെ നീക്കം വഴി സർക്യൂട്ട് പൂർത്തിയാക്കുകയും സെല്ലിൽ ന്യൂട്രാലിറ്റി നിലനിർത്തുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോൺ പ്രവാഹം നെഗറ്റീവ് ഇലക്ട്രോഡിൽ ആനോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആണ്. ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോൺ പ്രവാഹം എങ്ങനെയാണ്? ഇവിടെ നോക്കിയേ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് അല്ലേ. ഇലക്ട്രോൺ പ്രവാഹമാണിത്. അത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, അതായത് ആനോഡിൽ നിന്ന് കാഥോഡ്. എന്നാൽ വൈദ്യുത പ്രവാഹ ദിശ എല്ലായ്പ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഗാൽവാനിക് സെല്ലിൽ ഓക്സീകരണം നടക്കുന്നത് എവിടെയാണ്? ആനോഡിലാണ്. ആനോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇനി ഗാൽവാനിക് സെല്ലിൽ നിരോക്സീകരണം നടക്കുന്ന കാഥോഡിൻ്റെ ചാർജ് ഇവിടെ ഏതാണ്? പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇത് ഗാൽവാനിക് സെല്ലിലെ ഇലക്ട്രോൺ പ്രവാഹ ദിശ എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ വൈദ്യുതി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് നീങ്ങുന്നു എന്ന് വിശ്വസിക്കുകയും ഇതിനനുസരിച്ച് ധാരാളം നിയമങ്ങളും സമവാക്യങ്ങളും രൂപീകരിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഇവ തിരുത്തുന്നതിനുള്ള പ്രയാസം മൂലം ഇതിനെ കൺവെൻഷണൽ കറന്റ് എന്ന രീതിയിൽ പരിഗണിക്കുകയും ഇലക്ട്രോൺ പ്രവാഹ ദിശയെ ഇലക്ട്രോൺ കറന്റ് എന്ന രീതിയിൽ പരിഗണിക്കുകയും ചെയ്തു. ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? ആനോഡാണ്. ഗാൽവാനിക് സെല്ലിൽ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡാണ്. ആനോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഏതാണ്? നെഗറ്റീവാണ്. ഇനി ഗാൽവാനിക് സെല്ലിൽ നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? കാഥോഡാണ്. ഗാൽവാനിക് സെല്ലിൽ നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്. കാഥോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ആനോഡ് നെഗറ്റീവ് ചാർജും കാഥോഡ് പോസിറ്റീവ് ചാർജുമാണ്. ഇതിൽ നമുക്ക് പി എസ് സിക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങൾ മാത്രമായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ, അല്ലാതെ കൂടുതലായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ടാണ് വേഗം പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മൾ SCRT തീർക്കുമ്പോൾ എപ്പോഴും പിള്ളേർ ചോദിക്കാറുണ്ട് SCRT മാത്രം മതിയോ എന്നുള്ള. SCRT മാത്രം പോരാ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഈ SCRT പഠിക്കുന്ന ആ ചാപ്റ്ററായി റിലേറ്റ് ചെയ്ത് റാങ്ക് ഫയലിലെ ഭാഗങ്ങളും വായിച്ചു പോകണം. ഓക്കെ, ഇനി എന്താ നോക്കാം.
വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് രാസമാറ്റം സാധ്യമാകുന്ന ഒരു രാസപ്രവർത്തനമാണ് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം. നോക്കി, ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റ്. ആസിഡ്, ആൽക്കലി, ലവണങ്ങൾ അവയുടെ ഉരുകിയ അവസ്ഥയിലും ലായനികളായിരിക്കുമ്പോഴും ഇലക്ട്രോലൈറ്റുകളാണ്. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്ന വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. വൈദ്യുത വിശ്ലേഷണം നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തെയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. വൈദ്യുത വിശ്ലേഷണം കണ്ടെത്തിയത് ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ് അല്ലേ. മൈക്കിൾ ഫാരഡേ ആണ്. നോക്കാം. ജലീയ ലായനിയിലോ ദ്രാവകാവസ്ഥയിലോ ഇലക്ട്രോലൈറ്റുകളിൽ അയോണുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. ഈ അയോണുകളാണ് ഇലക്ട്രോലൈറ്റിലെ വൈദ്യുത ചാലകതയ്ക്ക് കാരണം. വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ഒരു ശാസ്ത്രീയ വിശദീകരണം നടത്തിയത് മൈക്കിൾ ഫാരഡേയാണ്. ആദ്യമായിട്ട് ഒരു ശാസ്ത്രീയ വിശദീകരണം നടത്തിയത് ആരാണ്? മൈക്കിൾ ഫാരഡേ. ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇലക്ട്രോഡുകൾ. ഇലക്ട്രോഡ് ആരാണ്? ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. വൈദ്യുത വിശ്ലേഷണ വേളയിൽ ഒരു ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായും അടുത്തതിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായും ബന്ധിപ്പിക്കുന്നു. പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാറിപ്പോരുത്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് ഗാൽവാനിക് സെല്ലിൽ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡാണ്. ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് പഠിച്ചു. ഇവിടെ എന്താ നമ്മൾ കണ്ടത്? പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? ആനോഡാണ്. നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏതാണ്? കാഥോഡാണ്. ഇത് വൈദ്യുത വിശ്ലേഷണ സെല്ലിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇനി നിരോക്സീകരണം അഥവാ റിഡക്ഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡും. ഇവിടെ നിരോക്സീകരണം സംഭവിക്കുന്നത് ഏതാണ്? കാഥോഡാണ്. ഓക്കെ, കാഥോഡാണ്. ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആനോഡുമാണ്. സെയിം തന്നെ. ഇനി വൈദ്യുത വിശ്ലേഷണ സെൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സീകരണവും നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിരോക്സീകരണവും സംഭവിക്കുന്നു. എന്താണ് കാറ്റയോണുകളും ആനയോണും നോക്കാം. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റയോൺ എന്നും, പോസിറ്റീവാണ് കാറ്റയോൺ എന്നും, പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കുന്ന നെഗറ്റീവിനെ എന്ത് പറയുന്നു? ആനയോൺ എന്ന് പറയുന്നു. ആനോഡിലേക്ക് ആകർഷിക്കുന്ന നെഗറ്റീവാണ് ആനയോൺ. കാഥോഡിലേക്ക് ആകർഷിക്കുന്ന പോസിറ്റീവാണ് കാറ്റയോൺ. ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം ഒന്ന് നോക്കണം. എന്താണ്? ഖരാവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ് വൈദ്യുതവാഹിയല്ല. കാരണം ഇതിൽ അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഉരുകിയ സോഡിയം ക്ലോറൈഡിലൂടെ വൈദ്യുതി കടന്നു പോകും. സോഡിയം ക്ലോറൈഡ് ഉരുകുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണുകളും നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോണുകളും ചലന സ്വാതന്ത്ര്യം കൈവരിക്കുന്നു. ഇനി വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ലോഹങ്ങളുടെ നിർമ്മാണം. അതായത് പൊട്ടാസ്യം, കാൽഷ്യം, സോഡിയം, അലൂമിനിയം എന്നീ ലോഹങ്ങൾ നിർമ്മിക്കുന്നത് അവയുടെ സംയുക്തങ്ങളെ വൈദ്യുത വിശ്ലേഷണം ചെയ്താണ്. പിന്നെയോ അലോഹങ്ങളുടെ നിർമ്മാണം. അപ്പോൾ ലോഹങ്ങളുടെ നിർമ്മാണം, അലോഹങ്ങളുടെ നിർമ്മാണം. അലോഹങ്ങൾ വൻതോതിൽ നിർമ്മിക്കാൻ വൈദ്യുത വിശ്ലേഷണം പ്രയോജനപ്പെടുത്താം. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ മുതലായവ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന അലോഹങ്ങളാണ്. പിന്നെന്താണ്? സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിനും വൈദ്യുത വിശ്ലേഷണം പ്രയോജനപ്പെടുത്താം. അപ്പോൾ വൈദ്യുത വിശ്ലേഷണത്തിൽ എന്തൊക്കെയാ? ലോഹങ്ങളുടെ നിർമ്മാണം, അലോഹങ്ങളുടെ നിർമ്മാണം, സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന്, പിന്നെ ലോഹ ശുദ്ധീകരണം, കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങളുടെ ശുദ്ധീകരണം വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നത് പറയുന്നത്? എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഒരു ക്ലാസ്സിൽ അല്ലേ. നോക്കാം. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ലോഹത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനും ലോഹനാശനം തടയുന്നതിനും ഈ കട്ടി കുറഞ്ഞ ആവരണം സഹായിക്കുന്നു.
ആവരണം ചെയ്യേണ്ട വസ്തു വൃത്തിയാക്കിയ ശേഷം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോടും പൂശേണ്ട ലോഹം പോസിറ്റീവ് ടെർമിനലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഓൾറെഡി കെമിസ്ട്രിയുടെ തന്നെ കുഞ്ഞൊരു ക്ലാസ്സിൽ കറക്റ്റായിട്ട് പഠിച്ചതാണ് അല്ലേ, അത് വരച്ച് നമ്മൾ പഠിച്ചതാണ്. ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിൻ്റെ ലവണ ലായനി ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ആവരണം ചെയ്യേണ്ട വസ്തു ബന്ധിപ്പിക്കുന്നത് ഏതിലേക്കാണ്? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും. പൂശേണ്ട ലോഹം ബന്ധിപ്പിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കുമാണ്. ഓർത്ത് വയ്ക്കണം കേട്ടോ. പിന്നെയോ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ആവരണം ചെയ്യപ്പെടേണ്ട ആ ലോഹത്തിൻ്റെ ലവണ ലായനിയുമാണ്. കണ്ടോ, നമ്മൾ പഠിച്ചതാണ് ഇവിടെ. എന്താണ് ഇത്? ഇരുമ്പ് വള, ഇത് കോപ്പറിൻ്റെ തകിടാണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കോപ്പർ സൾഫേറ്റ് ലായനിയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം വെള്ളിയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോലൈറ്റായിട്ട് എന്ത് ഉപയോഗിക്കാം? സിൽവർ നൈട്രേറ്റ് ലായനി അല്ലെങ്കിൽ സോഡിയം സയനൈഡും സിൽവർ സയനൈഡ് ലായനിയും കൂടി ഉപയോഗിക്കാം. ഇനി സ്വർണ്ണമാണെങ്കിലോ സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡ് ലായനിയും കൂടി ഉപയോഗിക്കാം. വൈദ്യുത ലേപനം ചെയ്യുമ്പോൾ ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണോ ആ ലോഹത്തിൻ്റെ ലവണ ലായനിയാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വൈദ്യുത ലേപനത്തിന് ഉദാഹരണം സ്വർണം പൂശിയത്, ക്രോമിയം പൂശിയ ഇരുമ്പ് കൈപ്പിടി, പിന്നെ വെള്ളി പൂശിയ പാത്രങ്ങളൊക്കെ ഏതിന് ഉദാഹരണമാണ്? വൈദ്യുത ലേപനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട്. ചെറിയൊരു ചാപ്റ്ററാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എന്താണ് ഇലക്ട്രോപ്ലേറ്റിൻ്റെ കാര്യം, പിന്നെ മെറ്റാലിക് ലസ്റ്ററിൻ്റെ കാര്യം അല്ലേ, നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് ഗാൽവാനിക് സെല്ലിൻ്റെ കാര്യവും ഈ വൈദ്യുത വിശ്ലേഷണ സെല്ല് രണ്ടും കറക്റ്റ് ഒന്ന് നോക്കി വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്